ഈ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് ഞാൻ വിശദീകരിക്കാം എന്താണെന്നുള്ളത്. അത് നിങ്ങൾ വളരെ കൃത്യമായി അവസാനം വരെ വീഡിയോ കേൾക്കണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം CPM ഇപ്പോഴും ചില കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ CPMൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ പിണറായി വിജയൻ തന്നെ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. ആ ഗൗരവത്തോടുകൂടി കാണേണ്ട പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ മറ്റൊരു ചാനൽ, എൻ്റെ തന്നെ മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അതിലൊരു പോഡ്കാസ്റ്റ് ഇട്ടിട്ടുണ്ട്. 1 മണിക്കൂർ 44 മിനിറ്റുള്ള ഒരു പോഡ്കാസ്റ്റാണ്. അതിപ്പോൾ തന്നെ ഏതാണ്ട് 14,000-ലധികം പേര് കണ്ടു കഴിഞ്ഞു. വലിയ സന്തോഷം. 3,000-4,000-ഓളം വരുന്ന വാച്ച് അവേഴ്സിലേക്കും അത് എത്തിയിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷനൊക്കെ വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് 2021 ഒരു ക്യാപ്റ്റൻ വിജയനും കരുതൽ വിജയനും ഒക്കെ ആയിരുന്ന പിണറായി വിജയൻ തകർന്നടിഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച്, 2026 തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ 2021 തെരഞ്ഞെടുപ്പിൽ അഭിലാഷ് മോഹനൊക്കെ ചെയ്തിട്ടുള്ള ഒരു വിജയം എന്ന് പറയുന്നത് വിജയൻ, പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ പരാജയൻ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച്, അതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ, മാധ്യമ, മറ്റ് ഈ പറഞ്ഞ പോലെ മുതലാളിത്ത ആളുകളുടെയൊക്കെ ഗൂഢാലോചനകളെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ 2ാമത്തെ എപ്പിസോഡ് കൂടി നമ്മൾ വീണ്ടും ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യും എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ. കാണാത്തവരൊക്കെ തന്നെ അത് കാണണം. അത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇതിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ പേ നമ്പറോ അക്കൗണ്ട് നമ്പറൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇനി അതൊക്കെ ചെയ്യാത്തവരും നമ്മുടെ വീഡിയോകൾ കണ്ടുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മതി. ഇത് നമ്മുടെ ഒരു എളിയ പരിശ്രമമാണ് ഇത്തരത്തിലുള്ള ഒരു പൊതുബോധ നിർമ്മിതികൾക്കും അപ്പുറം സഞ്ചരിക്കാനുള്ളത്. അത് തന്നെയാണ് ആ ചാനലിൻ്റെ പേര്, ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. എന്ന് പറഞ്ഞാൽ പൊതുബോധത്തിനും അപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നുള്ളതാണ്. ഇനി ഞാൻ ഈ ടോപ്പിക്കിൻ്റെ കാര്യത്തിലേക്ക് കൂടി വരാം. ഇത് പിണറായി ക്ഷമിക്കണം, CPMനെ ഇല്ലാതാക്കരുതെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, വെസ്റ്റ് ബംഗാളിൽ CPM അധികാരത്തിൽ നിന്ന് ഈ കഴിഞ്ഞ തവണ പോകുമ്പോൾ, അതായത് 2011 അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ പോലും 2006 നേടിയതിനേക്കാൾ ഏതാണ്ട് 8% വരുന്ന വോട്ടുകളുടെ കുറവാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോഴും 40%-നോടടുത്ത വോട്ടുകൾ യഥാർത്ഥത്തിൽ CPMനുണ്ടായിരുന്നു, LDFനുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ എന്നിട്ടും ബംഗാളിൽ CPM അടപടലം തകർന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ മമതാ ബാനർജിക്കും ബംഗാളിൽ സംഭവിക്കുന്നത്. കാരണം ബംഗാളിൽ മമതാ ബാനർജിക്കും TMCക്കും ഒക്കെ തന്നെ 40%-ഓളം വോട്ടുകളുണ്ട്. ആ 40%-ഓളം വോട്ടുകളുണ്ട്. പരാജയപ്പെട്ടെങ്കിൽ പോലും അവർക്കുണ്ട് എന്ന് പറയാമെങ്കിൽ പോലും ഇപ്പോൾ അവരുടെ കമ്മിറ്റികളെല്ലാം തന്നെ പിരിച്ചുവിട്ടിട്ടുണ്ട്. കൂടാതെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ബംഗാളിൽ 58ഓളം വരുന്ന MLAമാർ അവരെ ഉപേക്ഷിച്ചുകൊണ്ട് ഋതുപ്രത ബാനർജി എന്ന് പറയുന്ന പണ്ട് CPMൽ നിന്ന് പോയിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയിട്ടുള്ള ആളെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സോഹൻദേവ് ചതോപാധ്യായ എന്ന് പറയുന്ന ഒരാളെ തിരഞ്ഞെടുത്താണ് മമതാ ബാനർജി. പക്ഷേ അത് അവർ അംഗീകരിക്കാൻ തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ മമതാ ബാനർജി വിളിച്ചിട്ടുള്ള യോഗങ്ങളിലൊക്കെ തന്നെ വളരെ കുറച്ച് പേരുകളേ ഉള്ളൂ. കൂടാതെ മമതാ ബാനർജിയുടെ ഒപ്പം ഉണ്ടായിരുന്ന 28 പേരിൽ 8 പേർ കൂടി, 6 പേരെ അവരോടൊപ്പം ഉള്ളൂ. ബാക്കി 22 MPമാരും അവരുടെ ഒപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ട് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങളിത് അപ്പ് ചെയ്ത് കാണുമ്പോഴേക്കും അതിൻ്റെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ അഭിഷേക് ബാനർജിയെ കാണാൻ വേണ്ടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുകയാണ്. അവർ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ആമുഖമായി പറഞ്ഞതാണ്. അത് പറഞ്ഞതിൻ്റെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പോഴും ഈ പറയുന്ന പോലെ CPMന് 35-37% വോട്ടുണ്ട് കേരളത്തിൽ എന്നുള്ളത് നമുക്കറിയാം. LDFന് ആ 81 ലക്ഷത്തോളം വോട്ടുകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത്. ബംഗാളിലെ പോലെ തന്നെ ഒരു പാർട്ടി ഇല്ലാതാവുന്ന കാലം വിദൂരമല്ല. ഇതുപോലുള്ള അലസതകൾ തുടർന്നാൽ എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, 2 കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ വിശദമാക്കി കേൾക്കുന്നില്ല. ഈഴവ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന, പ്രത്യേകിച്ചും ആ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിൽ മഹാഭൂരിപക്ഷവും കൺസോളിഡേറ്റഡായി തന്നെ കിട്ടിയത് നമുക്കറിയാം. അത് UDFനാണ് എന്നുള്ളത് നമുക്കറിയാം. അത് ഏതാണ്ട് ഒരു 29-30% വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകളും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ 16% വരുന്ന വോട്ടുകളും വരും. ആ 46%-ൽ മഹാഭൂരിപക്ഷം വോട്ടുകളും തന്നെ കിട്ടിയത് UDFനാണ് എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു കക്ഷി അവരുടെ ഒപ്പമുണ്ട്. കൂടാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ട്. കൂടാതെ നമുക്കറിയാം ജോസഫ് ഗ്രൂപ്പിൻ്റെ അടക്കമുള്ള പിന്തുണ
പിന്തുണകളുണ്ട്. അല്ലെങ്കിലും ലാറ്റിൻ കാത്തലിക് അടക്കമുള്ള ഒരു ക്രിസ്ത്യൻ സമൂഹം പൊതുവെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന വോട്ടുകൾ ഒരു കാരണവശാലും BJPക്ക് ചെല്ലാൻ സാധ്യതയില്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നെ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് ഈഴവ വോട്ട് ബാങ്കുകളാണ്. അതിൽ നായർ ഈഴവ വോട്ട് ബാങ്കുകളായിരുന്നു, പ്രത്യേകിച്ചും ഈഴവ മറ്റു പിന്നോക്ക വോട്ട് ബാങ്കുകളാണ്. ആ ഈഴവ വോട്ട് ബാങ്ക്, നായർ വോട്ട് ബാങ്കുകളിൽ ഏതാണ്ട് ഒരു പരിധിവരെ ഇപ്പോൾ BJPയുടെ ഒപ്പം ചേർന്നിട്ടുണ്ട്. 5700 വരുന്ന NSSന്റെ ശാഖകളിൽ ഏതാണ്ട് ഒരു 10%, 20% ശാഖകളുടെയും നേതാക്കന്മാർ BJPക്കാരായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ SNDPയെയും അവർ പതുക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം BDJS രൂപീകരിച്ചത് തന്നെ അവരുടെ പ്രൊജക്റ്റായിരുന്നു, പദ്ധതിയായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈഴവ വോട്ട് ബാങ്കുകളിലേക്കൊക്കെ അവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈഴവ വോട്ട് ബാങ്കുകളിലേക്ക് അവർ നുഴഞ്ഞു കയറി വലിയ തോതിൽ വോട്ടുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത് CPMനെയാണ്. അതുകൊണ്ട് സംഘപരിവാറും കൂടാതെ കോൺഗ്രസും ഒക്കെ തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് CPMനെയാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ CPMനെ ആക്രമിക്കുകയും CPM ഇല്ലാതാവുകയും ചെയ്താൽ മാത്രമേ അവർക്ക് കഴിഞ്ഞ ലോക്സഭയിലേക്ക് കിട്ടിയ 38 ലക്ഷം വോട്ടുകൾ ഒരു 50-60 ലക്ഷം വോട്ടുകളാക്കി മാറ്റാൻ കഴിയുള്ളൂ. അങ്ങനെ 50-60 ലക്ഷം വോട്ടുകളാക്കി മാറ്റിയാൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾ കൂടി അവരുടെ ഒപ്പം ചേർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കേരളം ഭരിക്കാൻ കഴിയുമെന്നറിയാം. അപ്പോൾ അതിനുള്ള നീക്കത്തിലേക്കാണ് അവർ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭരണം മാറി എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ കുറയും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ അറിയേണ്ടത്, സാധാരണ പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികളൊക്കെ തന്നെ അങ്ങനെ അറ്റാക്ക് ചെയ്യപ്പെടാറില്ല. പക്ഷേ ഇത്തവണ ഞാൻ വിചാരിക്കുന്നത് പ്രതിപക്ഷത്താണ് എങ്കിൽ പോലും പിണറായി വിജയനും അതുപോലെ തന്നെ CPM ഒക്കെ വലിയ തോതിൽ അറ്റാക്ക് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതിനെ പ്രതിരോധിക്കാൻ CPM ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അതിന് നിരവധി എക്സാമ്പിൾസ് ഉണ്ട്. കേവലം ഒരു ചെറിയ ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാം. ആ ചെറിയ ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മറുനാടൻ ഷാജൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ആ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിട്ടുള്ള വലിയൊരു ചിത്രമാണ്. ആ ചിത്രം എന്ന് പറയുന്നത് 3 പേരുടെ വീടുകളുടെ ചിത്രമാണ്. അതായത് ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന് പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ അറസ്റ്റിലായിരുന്നു. അറസ്റ്റിലായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ ശിവൻകുട്ടി എന്ന് പറയുന്ന മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അവിടെ നേരത്തെ ഉണ്ടായിരുന്ന MLA, അദ്ദേഹം തിരുവനന്തപുരത്തെ വലിയ അനിഷേധ്യനായിട്ടുള്ള നേതാവാണ് CPMൻ്റെ. അദ്ദേഹം ചെന്നൊരു വീട് സന്ദർശിക്കുന്നതാണ്. ആ വീട് സന്ദർശിക്കുമ്പോൾ അവിടെ തേക്കാൻ പോലും കഴിയാത്ത വളരെ ദരിദ്രമായിട്ടുള്ളൊരു വീടാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. സാധാരണ ഒരു കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തേച്ചിട്ടില്ലാത്ത ഒരു കുടുംബമാണ്. അയാളാണ് ജയിലിൽ പോയിട്ടുള്ളത് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ ജയിലിൽ പോയിട്ടിരിക്കുന്നു. അതുപോലെ ശിവൻകുട്ടി അവിടെ ചെന്നിരിക്കുന്നു. അതിൻ്റെ ചിത്രമാണ് ശിവൻകുട്ടി അടക്കം പങ്കുവച്ചിട്ടുള്ളത്. വീട് വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചിത്രം തന്നെ വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് വാസ്തവം. ആ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഈ ചിത്രം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയും എന്നാൽ അടുത്തതായി ശിവൻകുട്ടിയുടെ വീടിൻ്റെ ചിത്രവും കൂടി കാണിക്കുകയും പിന്നെ പിണറായിയുടെ വീടിൻ്റെ ചിത്രവും കൂടി കാണിക്കുകയും ചെയ്തുകൊണ്ട് ഇത് ഈ പറയുന്ന പോലെ അതായത് ജയിലിലായവൻ്റെ വീട്, ഇത് ജയിലിലായിരുന്നവനെ അടികൊള്ളാൻ വേണ്ടി പറഞ്ഞു വിട്ടവൻ്റെ വീട്, കൂടാതെ ഈ പറയുന്ന പോലെ ഇതൊക്കെ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്നവൻ്റെ വീട് ഇതാണെന്ന് പറഞ്ഞ് പിണറായി വിജയൻ്റെ വീടടക്കം കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ 3 വീടുകളുടെ ഈ ചിത്രം കാണിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് തോന്നും, ശരിയാണല്ലോ, ഇവരൊക്കെ വലിയ സുഖലോലുപതകളിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന അടികൊള്ളേണ്ട ജയിലിൽ പോകേണ്ടവൻ മാത്രം ഇത്ര ബുദ്ധിമുട്ടിലും നരകത്തിലും കിടക്കുന്നു എന്നുള്ളത് സാധാരണ പാർട്ടി പ്രവർത്തകരെ ബോധിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഈ പറയുന്ന പോലെ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണവുമാണ്. ആ പ്രചരണം അവിടെ കൊണ്ട് നിന്നില്ല. നിരവധി യൂട്യൂബേഴ്സ് എടുത്ത് വീഡിയോ ചെയ്തു. അതിലൊരാളാണ് മറുനാടൻ ഷാജൻ. മറുനാടൻ ഷാജൻ ഇട്ടേക്കണത് ഇത് അടി കൊണ്ടവൻ്റെ വീട്, ഇത് ഈ ജയിലിൽ പോയവൻ്റെ വീട്, ഇത് ജയിലിൽ പോകാൻ അടി കൊള്ളാൻ പറഞ്ഞു വിട്ടവൻ്റെ വീട്, അതുപോലെ അടി കൊണ്ടതാർക്കാണോ അവൻ്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 വീടുകളും കാണിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ എടുത്തേക്കാണ്. കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വളരെ കൃത്യമാണല്ലോ, ഇത് ശരിയാണല്ലോ എന്നൊക്കെ തോന്നാം. ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിന് വേണ്ടി കഴിഞ്ഞ തവണ അടികൊണ്ടിട്ടുള്ള ആളുകളുടെ വീടുകളൊക്കെ ഇതേ അവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ VD സതീശൻ്റെ വീട് അതുപോലെയല്ല, മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അടിയുള്ളവൻ്റെ വീട് അതുപോലെയല്ല, ഈ പറഞ്ഞ പൂച്ചട്ടി കൊണ്ട് തലക്കടിച്ചവൻ്റെ വീടും അതുപോലെ തന്നെ പല കേസുകളിൽപ്പെട്ട് അകത്തായവരുടെ വീടും അതുപോലെ NM വിജയൻ്റെ വീട്ടിൽ അവർ ആത്മഹത്യ ചെയ്തതും ഒക്കെ തന്നെ. NM വിജയൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, DCC ട്രഷററായിരുന്നു. ആ ട്രഷറായിട്ടുള്ള ഒരാൾ തങ്ങളുടെ മാനസിക അസ്വാസ്ഥ്യമുള്ള മകനെ കൂടി കൊന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടെങ്ങനെ ഉണ്ടായെന്ന് ആലോചിക്കണം.
അപ്പോഴും ഈ പറയുന്ന വലിയ നേതാക്കന്മാർ IC ബാലകൃഷ്ണനും അതുപോലെ തന്നെ ആ കേസിൽപ്പെട്ടിട്ടുള്ള വലിയ നേതാക്കന്മാരും ഒക്കെ വലിയ സുഖലോലുപതകളിൽ വലിയ സുന്ദരമായിട്ടുള്ള വീടുകളിൽ ജീവിച്ചവരാണ്. പക്ഷെ ആ വീടുകളൊന്നും കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ ആലോചിക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും CPM-ഓ അതിൻ്റെ സൈബർ വിങ്ങോ അതിൻ്റെ അണികളോ പോലും ഇപ്പോഴും വളരെ കൃത്യമായി ഇതിനൊന്നും പ്രതിരോധിക്കാൻ മെനക്കെടുന്നില്ലെന്ന് മാത്രമല്ല, ഇതേപോലെ തന്നെ യഥാർത്ഥത്തിൽ 3 വീടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കോൺഗ്രസിന് വേണ്ടി അടികൊണ്ടിട്ടുള്ള നിരവധി പേരുടെയും അതിനുവേണ്ടി ജയിലിൽ പോയിട്ടുള്ളവരുടെയും ഏറ്റവും ഒടുവിൽ അവരെയൊന്നും ഈ പറയുന്ന പോലെ സംരക്ഷിക്കാതെ കോൺഗ്രസ്സുകാർ സുഖമായി വാഴുന്നതിനെ കുറിച്ചുമൊക്കെ തന്നെ വീഡിയോ ചെയ്യാനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ആരുമില്ല എന്നുള്ളത് പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. CPM-നും LDF CPM-നൊക്കെ ഒരു പ്രത്യേക ഗുണവും കൂടിയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ജയിലിൽ പോയാലും ആ കുടുംബം പട്ടിണിയാകാതെ അവർ നോക്കും. തീർച്ചയായിട്ടും ജയിലിൽ നിന്ന് വരുമ്പോൾ തന്നെ എല്ലാ സൗകര്യവും ഒരുക്കും. ജയിലിൽ പോലും സഖാക്കൾ പോയി അന്വേഷിക്കും. ഇങ്ങനെ കൃത്യമായിട്ട് ആളുകളെ കെയർ ചെയ്യും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വേണ്ടി അടികൊണ്ടിട്ടുള്ള തലമുട്ടിയിട്ടുള്ള അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലായി കിടപ്പിലായി പോയിട്ടുള്ള പത്തനംതിട്ടയിലടക്കമുള്ള നിരവധി ആളുകൾ അവർ വലിയ ബുദ്ധിമുട്ടിലായിപ്പോയി. അവർക്ക് ചികിത്സക്ക് ഒരു പണവും കിട്ടിയില്ല, ആരും സഹായിച്ചില്ല എന്നുള്ളതെല്ലാം യാഥാർത്ഥ്യമാണ്. അങ്ങനെ സഹായിക്കാത്തൊരു കോൺഗ്രസിൻ്റെ വീടുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നേതാക്കന്മാരുടെ വീടുകളോ ഒന്നും എടുത്തു കാണിക്കാൻ ഇവിടുത്തെ ഒരു സോഷ്യൽ മീഡിയയുമില്ല. അതിനുവേണ്ടി പ്രചരണം നടത്താനായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ഫേസ്ബുക്കുമില്ല, ഫേസ്ബുക്കിലൂടെയുള്ള പ്രചരണായുധങ്ങളുമില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇതിനെയെല്ലാം തന്നെ പ്രതിരോധിക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണ്, സോഷ്യൽ മീഡിയയിൽ ഈ ഷാജനെ പോലെ വീഡിയോ ചെയ്യാനുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ CPM തോറ്റതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇപ്പോഴും നിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, താങ്കളോട് ഞാൻ പറയുന്നു, കേരളത്തിൽ CPM ഇല്ലാതാകും. ഇപ്പോൾ 36% 37% വോട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇല്ലാതാകുന്ന കാലം വിദൂരമല്ല. ബംഗാളിലെ പോലെ തന്നെ ഒരു കാലം ഇവിടെയും സംഭവിക്കും. ഇതിനൊന്നും പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ, സാറ്റലൈറ്റ് മാധ്യമങ്ങളും പത്രങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും എല്ലാം തന്നെ പ്രോസംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടും കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്നത് CPM-നെയാണ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ CPM ഇവിടെ ഇല്ലാതാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ തലക്കെട്ട് കൊടുത്തത്, ക്ഷമിക്കണം പിണറായി, CPM-നെ ഇല്ലാതാക്കരുതെന്ന്.